ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടെക് വിത്ത് അമിനോ എപ്പിസോഡ് നമ്പർ 65. അപ്പം അടുത്ത ആഴ്ച, അതായത് ചൊവ്വാഴ്ചയാണ് പോക്കോയുടെ F7 ഇറങ്ങുന്നത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നതും ആ ഒരു മോഡലിന് വേണ്ടിയിട്ടാണ്. അതിൻ്റെ പ്രൈസ്, ബോക്സ് പ്രൈസ് ഇപ്പം റിവീലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ബോക്സ് പ്രൈസിലാണെങ്കിൽ 12GB 512GB വരുന്ന പ്രൈസാണ് ഇപ്പം വന്നിട്ടുള്ളത്. അതിൻ്റെ പ്രൈസ് ആണെങ്കിൽ 37,999 വരുന്നത്. എപ്പോഴും ഈ ബോക്സ് പ്രൈസിനേക്കാളും പ്രൈസ് കുറച്ച് തന്നെ ആയിരിക്കും എന്തായാലും ഫോൺ ഉണ്ടാവാറുള്ളത്. അതിന് മറ്റേ MRP ആണ് കൊടുക്കാറുള്ളത്. അപ്പോൾ ഇതിൻ്റെയും കാട്ടി പ്രൈസ് കുറച്ചായിരിക്കും മറ്റേ ഈ ഹയർ വേരിയൻറ്റ്. എന്തായാലും പോക്കോ ആയതുകൊണ്ട് തന്നെ 8GB 128GB അങ്ങനെയുള്ള ആ ഒരു ഊളത്തരം എന്തായാലും പോക്കോ കാണിക്കാറില്ല. ഇപ്രാവശ്യം കാണിക്കുമെന്ന് അറിയത്തില്ല കേട്ടോ, പ്രൈസ് കുറക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഐക്കൊക്കെ കാണിക്കാറുണ്ട്. പോക്കോ X7 Pro ഒക്കെ ആണെങ്കിലും അതിൻ്റെ 8GB ഇല്ല എന്ന് തോന്നുന്നു, കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല. 128GB എന്തായാലും ഇല്ല. അപ്പോൾ മറ്റേ ഇതിൻ്റെ കുറഞ്ഞത് 12GB 256GB ആയിരിക്കും. അതിൻ്റെ പ്രൈസ് ഒരു 2,000-3,000 രൂപ ഡിഫറൻസ് എന്തായാലും ഉണ്ടാകും. അപ്പോൾ ചൊവ്വാഴ്ചയാണ് ഈ ഒരു അപാരമായിട്ടുള്ള ഫോൺ ഇറങ്ങുന്നത്. എൻ്റെ ഒരു എക്സ്പെക്റ്റേഷനിലാണെങ്കിൽ 30,000 രൂപ ആയിരിക്കും എന്തായാലും ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് വരുന്നത്. സ്നാപ്ഡ്രാഗൻ്റെ 8S Gen 4 ആണ്. ആൻറ്റി സ്കോറൊക്കെ ആണെങ്കിൽ 2.5 മില്യൺ ആ റേഞ്ച് ആണ് കിട്ടുന്നത്. IQക്കൊക്കെ ആണെങ്കിൽ അതിനെക്കാട്ട് ബെറ്റർ ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. എന്തായാലും അറിയാം ചൊവ്വാഴ്ചയാണ് ഈ ഒരു ഫോണിൻ്റെ ലോഞ്ച്. വൈകുന്നേരം 5:30 തോന്നുന്നു. അപ്പോൾ അതാണ് ഈ ഒരു ആഴ്ച ഏറ്റവും കൂടുതൽ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നമ്മളൊരു 12K ആ റേഞ്ച് സബ്സ്ക്രൈബേഴ്സ് ആവാനായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നവർ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് നിങ്ങൾക്ക് രണ്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചെയ്യാം. അപ്പോൾ അറിയുമ്പോൾ അങ്ങനെ ആയിപ്പോയതാണ്, സോറി ഫോർ ദാറ്റ്. അപ്പം എല്ലാം ചെയ്ത് വെക്കുക. പിന്നെ വീഡിയോ പറ്റിയുള്ള ഒപ്പീനിയൻ എന്തായാലും കമൻറ്റായി ഷെയർ ചെയ്യാം. കമൻറ്റ് എന്തായാലും ഇട്ടോ, നിങ്ങൾ നല്ലതാണെങ്കിലും മോശമാണെങ്കിലും എന്തോ ഇട്ടോ നമ്മൾ ആ രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലൊക്കെ പറഞ്ഞ് നമ്മൾ എന്തായാലും ട്രൈ ചെയ്യുന്നതായിരിക്കും. പിന്നെ വിവോയുടെ ഒരു പുതിയൊരു ഫോൺ കൂടെ ഇറങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ സ്പെക്ക് ഞാൻ ആദ്യം പറയാം. അതായത് ഇതിൽ വരുന്ന ചിപ്സെറ്റ് എന്ന് പറഞ്ഞാൽ ഡിമെൻസിറ്റിയുടെ 7400 ആണ്. 5500 mAh ബാറ്ററി വരുന്നുണ്ട്. 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്, 50 MBയുടെ ഒരു ഡ്യുവൽ റിയർ ക്യാമറ വരുന്നുണ്ട്. 32 MBയുടെ സെൽഫി ക്യാമറ വരുന്നുണ്ട്. ഫുൾ HD ആയിട്ടുള്ള AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 8GB 128GB ആണ് വേരിയൻറ്റ്. എത്ര ആയിരിക്കും പ്രൈസ്? 25,000 രൂപയാണ് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ്. ഇതൊരു ഓഫ്ലൈൻ സെൻട്രിക് ആയിട്ടുള്ള ഫോണാണ്, അതുകൊണ്ടാണ് ഇത്രയും പ്രൈസ് വരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്തിനാണ് ഈ ഓഫ്ലൈൻ എന്നൊക്കെ ആൾക്കാർ ഇപ്പോഴും ഫോൺ വാങ്ങുന്നത്? ഈ ബാക്കിയുള്ള ഓൺലൈൻ ഫോൺ തന്നെ ഓഫ്ലൈനും കിട്ടുന്നുണ്ട്. ചെറിയൊരു പ്രൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ ഉണ്ടാവുന്നേ ഉള്ളൂ. അപ്പോൾ ആ രീതിയിലും വാങ്ങിച്ചാൽ പോരടി. പിന്നെ EMI എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഓൺലൈനിലും EMIയിലും നിങ്ങൾക്ക് വാങ്ങാമല്ലോ. അപ്പോൾ ആ രീതിയിൽ പിന്നെ ആരുടെ ഇങ്ങനെ ഓഫ്ലൈനിൽ പോയിട്ട് ഫോൺസൊക്കെ ഇങ്ങനെയുള്ള ഓഫ്ലൈൻ സീരീസ് ഫോൺസൊക്കെ വാങ്ങുന്നതൊക്കെ മനസ്സിലാവുന്നില്ല കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ താഴെ എന്തായാലും കമൻറ്റായി ഷെയർ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു Y400 5G എന്ന് പറയുന്ന Y400 Pro 5G എന്ന ഫോണാണ് ഇറങ്ങിയിട്ടുള്ളത്. പിന്നെ ജൂലൈ 9 സാംസങ്ങിൻ്റെ അൺപാക്ഡ് ഇവൻറ്റ് വരാൻ വേണ്ടി പോകുന്നത്. ഒഫീഷ്യലായിട്ട് ഡേറ്റ് അല്ല, എന്നാലും ഇത് തന്നെ ആയിരിക്കും. അടുത്തന്നെ അതിൻ്റെ ഒരു ഒഫീഷ്യലായിട്ട് അനൗൺസ്മെൻറ്റ് സാംസങ് എന്തായാലും പുറത്തു വിടും. ഇതിലാണെങ്കിൽ അവരുടെ ഒരുപാട് ഫ്ലിപ്പ് ഫോൺ, അതായത് C Fold 7, C Flip 7, C Flip 7 FE ഉണ്ടാകും. പിന്നെ വാച്ചസ്, അതായത് സാംസങ്ങിൻ്റെ വാച്ച് 8 ക്ലാസിക് ഉണ്ടാവും, അൾട്രാ 2 ഉണ്ടാവും, പിന്നെ ബഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഇവൻറ്റിലായിരിക്കും ഉണ്ടാവാൻ വേണ്ടി പോകുന്നത്. 9 ഇപ്പം കേൾക്കുന്ന റൂമേഴ്സൊക്കെ അനുസരിച്ച് പറയാനുള്ളത് ഇത് തന്നെ ആയിരിക്കും. ഇതിന് മുമ്പേ എഡ്ജിൻ്റെ ലോഞ്ച് ഡേറ്റും പറഞ്ഞ രീതി തന്നെ ആയിരുന്നു. അപ്പം ഇനി മാറ്റിക്കഴിഞ്ഞാൽ അറിയത്തില്ല. എന്തായാലും വരുന്നുണ്ടെങ്കിൽ, അടുത്ത മാസം വരുന്നുണ്ടെങ്കിൽ ഈ 9 തന്നെ ആയിരിക്കും അതിൻ്റെ ലോഞ്ച്. പിന്നെ സാംസങ് വേറൊരു ഫോൺ കൂടെ ഇറക്കുന്നുണ്ട് സാംസങ്ങിൻ്റെ. ഈ ഇവൻറ്റിലില്ല, അത് വേറെ തന്നെയാണ്. അതിന് ഇവൻറ്റും കാര്യങ്ങളൊന്നുമില്ല, ചുമ്മാ അങ്ങ് ഇറക്കി പോകുന്നതാണ്. സാംസങ്ങിൻ്റെ ഗാലക്സി M36 എന്ന മോഡലാണ്. ഇത് ഈ വരുന്ന 27 ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്യുന്നത്. വലിയ മാറ്റങ്ങളൊന്നും ഇപ്രാവശ്യം പ്രതീക്ഷിക്കേണ്ട. അതായത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ M35 ഉണ്ടായ സെയിം എക്സാക്റ്റ് ആയിട്ടുള്ള 1380 എന്ന എക്സിനോസിൻ്റെ പ്രോസർ തന്നെ ആയിരിക്കും ഈ ഒരു ഫോണിലും കൂടെ വരുന്നത്. അപ്പോൾ വലിയ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു വെറുതെ ഇറക്കുന്ന ഒരു സാംസങ്ങിൻ്റെ ഫോണായിരിക്കും എന്നുള്ളതിന് ഒരു സംശയവുമില്ല. M36 അങ്ങനെ ഒരു വേസ്റ്റ് ആയിരിക്കും അടുത്തത്, അതിനൊരു ഡൗട്ടും ഇല്ലാത്ത കാര്യമാണ്. പ്രൈസ് റേഞ്ച് വെച്ച് കുറച്ചും കൂടെ ബെറ്റർ ആണെങ്കിൽ നല്ലതായിരുന്നു കേട്ടോ. പിന്നെ ഓപ്പോയുടെ Reno 14 സീരീസ് അടുത്ത മാസമാണ് ലോഞ്ച് ചെയ്യുന്നത്. കമ്മിങ് സൂൺ മാത്രമാണ് ഇപ്പം വന്നിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ചില ആൾക്കാർ പറയുന്നത് ജൂലൈ 3 ഈ ഒരു ഫോൺ വരുമെന്നാണ്. അത് ഒഫീഷ്യലായിട്ടുള്ള കാര്യമല്ല, എന്നാലും അടുത്ത മാസം എന്തായാലും ഇതിൻ്റെ ലോഞ്ച് ഉണ്ടാവും. അടുത്ത മാസം ഫസ്റ്റ് വീക്ക് ആയിരിക്കും എന്തായാലും ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു മാസം എന്തായാലും ഉണ്ടായില്ല.
ഇതിൻ്റെ ഈ 2 ഫോൺസാണ് വരുന്ന സീരീസ് ആണല്ലോ. ഇതിലാണെങ്കിൽ റെനോ 14 വരും, റെനോ 14 പ്രോ എന്ന മോഡൽ കൂടെ വരും. അതിൽ 14 ഡിമെൻസിറ്റിയുടെ 8350 ആയിരിക്കും. ഒരു 35K ആ ഒരു പ്രൈസ് സെഗ്മെൻറ്റിലാണ് ഈ ഒരു ഫോൺ വരാറുള്ളത്. ഇനി 14 പ്രോ ആണെങ്കിൽ അത് വന്നിട്ട് ഡിമെൻസിറ്റിയുടെ 8450 എന്ന പ്രോസറായിരിക്കും ആ ഒരു ഫോണിൽ വരുന്നത്. പ്രൈസ് റേഞ്ച് ആണെങ്കിൽ ഒരു 50K ആ റേഞ്ചിൽ എന്തായാലും വരും. വലിയ കാര്യമില്ലാത്തൊരു മോഡലാണ്. ഇതിന് മുമ്പേ ഇറക്കിയ മോഡലാണെങ്കിലും അതിലൊന്നും ബെറ്റർ ആയിട്ട് പറയാനില്ല. പെർഫോമൻസ് ഉണ്ടോ ഇല്ല, ക്യാമറ ഉണ്ടോ ഇല്ല, ബാറ്ററി ഉണ്ടോ ഇല്ല, അങ്ങനെ ഒന്നുമില്ല. ചുമ്മാ അങ്ങനെ ഇറക്കിയൊരു മോഡലാണ്. അപ്പം ഈ ഒരു ഫോൺ അങ്ങനെ തന്നെ ആയിരിക്കും. ഒരു ഓഫ്ലൈൻ സീരീസ് ഫോണല്ലേ, ആ രീതിയിൽ മാത്രമേ ഓപ്പോ ഇറക്കാറുള്ളൂ. വലിയ യൂസ്ഫുൾ അല്ലാത്ത ഒരു അനദർ ആമസോണും ഫ്ലിപ്കാർട്ടിലൊക്കെ തന്നെ ഈ ഒരു ഫോൺ എന്തായാലും കിട്ടും. അപ്പം ലോഞ്ച് 3-ാം തീയതി ആയിരിക്കും എന്നും കേൾക്കുന്നുണ്ട് കേട്ടോ. പിന്നെ റെഡ്മിയുടെ നോട്ട് സീരീസ് ഇനിയിപ്പോൾ അടുത്ത് വരാനുള്ള നോട്ട് 15 സീരീസാണ്. പണ്ടൊക്കെ ആണെങ്കിൽ എന്തായിരുന്നു അല്ലേ നോട്ട് സീരീസ് എന്നൊക്കെ പറഞ്ഞ്, ആ ഒരു നോട്ട് 5 പ്രോ ഒക്കെ അല്ലേ ആ സമയത്ത് ഏറ്റവും കൂടുതൽ. പിന്നെ നോട്ട് 7 ഇറങ്ങി 48 MB ക്യാമറയൊക്കെ ആയിട്ട് വന്ന സാധനം. അന്നൊക്കെ അത് ഭയങ്കരമായിരുന്നു. ആ സമയത്ത് ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്ത് ഇന്ത്യയിൽ നമ്പർ 1 സ്മാർട്ട് ഫോൺ ബ്രാൻഡ് ബോക്സിനകത്ത് മേലേക്ക് ഉണ്ട് നമ്പർ 1 സ്മാർട്ട് ഫോൺ ബ്രാൻഡൊക്കെ. പിന്നെ അത് എല്ലാ ബ്രാൻഡും അത് കോപ്പി അടിക്കാൻ തുടങ്ങി. എന്തോ എല്ലാവരും പിന്നെ പറഞ്ഞു തുടങ്ങി ഞാനാണ് നമ്പർ 1 എന്ന്. എന്നാലും അന്നൊക്കെ ഷവോമി ആയിരുന്നു നമ്പർ 1 ആയിട്ട് ഉണ്ടായത്. ഇപ്പം ഇവരുടെ നോട്ട് സീരീസ് ഒന്നും ആർക്കും വേണ്ടടി. പക്ഷേ പുതുതായിട്ടുള്ള നോട്ട് 15 സീരീസ് വരുന്നുണ്ട്. ഇതിലാണെങ്കിൽ വലിയൊരു ബാറ്ററി 7500 mAh ബാറ്ററി ഒക്കെ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. IP69 റേറ്റിംഗ് ഉണ്ടാകും. കുറച്ചും കൂടെ ബെറ്റർ ചിപ്പ് സെറ്റും പിന്നെ ടെലിഫോട്ടോ ലെൻസും ഒക്കെ ആയിരിക്കും ഈ ഒരു ഫോണിലൊക്കെ വരുന്നത്. പക്ഷെ എന്നാലും പണ്ടത്തൊക്കെ ഫോൺ പോലെ ഇറക്കിയ കുറച്ചും കൂടെ ബെറ്റർ ആയേനേട്ടാ. ആ ഒരു 50K റേഞ്ചിൽ തന്നെ. ഇപ്പൊക്കെ ആണെങ്കിൽ 30K റേഞ്ചിൽ അങ്ങ് എത്തി ഇവർ ഈ ഒരു മോഡൽ എന്ന് പറഞ്ഞത്. പക്ഷെ പണ്ടൊക്കെ ആണെങ്കിൽ 50K റേഞ്ചും 10K റേഞ്ചിലൊക്കെ ആയിരുന്നു ഈ ഒരു നല്ല ഫോൺസ്. അന്നത്തെ ബെസ്റ്റ് വാല്യൂ. ഇന്നൊക്കെ പോക്കോ ഇറക്കുന്നതും ഐക്യു ഇറക്കുന്നതും ആ ബ്രാൻഡൊക്കെ ഇറക്കുന്ന പോലെയായിരുന്നു അന്ന് റെഡ്മിയൊക്കെ ഇറക്കിയത്. പിന്നീട് റിയൽമിയും ആ റേഞ്ച് ഫോളോ ചെയ്തു. ഇപ്പം പിന്നെ ഇവന്മാരൊന്നും ഈ റേഞ്ചിലേ ഇല്ല. റിയൽമി ആണെങ്കിൽ അവരുടെ ആ സീരീസ് ആണെങ്കിൽ ക്യാമറ സെൻട്രിക് ആയിട്ട് മാറ്റി. എന്തൊക്കെയോ ആണ് ഇവിടെ നടക്കുന്നത്. പക്ഷേ റെഡ്മി പണ്ടുണ്ടായ പോലെയൊക്കെ ഇപ്പോൾ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നുണ്ട്. പിന്നെ അവരുടെ UI ഒക്കെ ഭയങ്കര ലാഗും ഫുള്ള് ബഗും കാര്യങ്ങളൊക്കെ, ഫീച്ചേഴ്സ് കുത്തി നിറച്ച് ബഗും കാര്യങ്ങളൊക്കെ ഉണ്ടായ ഡിവൈസ് ആയിരുന്നു പണ്ട്. ഇപ്പം അങ്ങനെയൊന്നും ഇല്ല, കുറച്ചും കൂടെ ഭേദപ്പെട്ടിട്ടുണ്ട് കേട്ടോ റെഡ്മി ഫോൺസൊക്കെ തന്നെ. പിന്നെ സാംസങ്ങിൻ്റെ S25 FE എന്ന മോഡൽ, അതിൻ്റെ ഡിസൈനൊക്കെ തന്നെ ഇപ്പം ലീക്കായിട്ട് വന്നിട്ടുണ്ട്. അത് ലീക്കാണെന്നാണ് ഡിസൈൻ. സെയിം ആണ്, ഒരു മാറ്റങ്ങളും ഇല്ലടി. എന്നാൽ പിന്നെ ഇപ്പോൾ ഉള്ള S25 പോലെ ആ ഒരു ക്യാമറ റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയേനെ. വ്യത്യാസം ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. ഇതിപ്പം ഒന്നുമില്ല, കുറേ വർഷങ്ങളായിട്ട് സെയിം എക്സാക്റ്റ് സാധനം വെച്ചുകൊണ്ടാണ് ഈ ഒരു ഫോണും കൂടെ വരുന്നത്. 7.8 mm ആയിരിക്കും തിക്നെസ് എന്നൊക്കെ കേൾക്കുന്നുണ്ട്. പിന്നീട് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, ക്യാമറ ഒക്കെ സെയിം ആയിരിക്കും. പിന്നെ പ്രോസർ ആണെങ്കിൽ എക്സിനോസിൻ്റെ 2400E എന്ന പ്രോസറാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. സ്നാപ്ഡ്രാഗനോ കാര്യങ്ങളൊന്നുമല്ല. പണ്ടൊക്കെ ആണെങ്കിൽ FE എഡീഷൻ എന്ന് പറഞ്ഞ ഫാൻ എഡീഷൻ, അതായത് അന്ന് ആ രീതിയിൽ സ്നാപ്ഡ്രാഗൻ്റെ ഒക്കെ നല്ല ചിപ്സെറ്റും വെച്ചുകൊണ്ടാണ് അന്ന് ഇറങ്ങാറ്. പിന്നെ അത് മാറി, എക്സിനോസ് തന്നെ ആയി. ഇപ്പം എന്ത് ഫാൻ എഡീഷൻ, ആ പേരൊക്കെ മാറാനുള്ള സമയമായി. ഫാൻ എഡീഷൻ ഒന്നും പറയല്ല, ചുമ്മാ ഒരു ആ റേഞ്ചാണ് ഇപ്പം. കാര്യമില്ല, S20 FE എന്ന മോഡലേ മാറിപ്പോയി. ഇപ്പം ആ പേര് വേറെ എന്തെങ്കിലും കൊടുക്കായിരുന്നു. പണ്ടൊക്കെ ആയിരുന്നു കുറച്ചും കൂടെ നല്ല വേർത്തായിട്ടുള്ളത്. അപ്പം ഈ ഒരു ഫോൺ ഒരു ബിഗ് ബില്യൺ ഡേ ആ ഒരു ടൈം സെപ്റ്റംബർ ആ സമയമാകുമ്പോഴാണ് ഇറങ്ങാറ്. ആ സമയമാകുമ്പോൾ ഇറങ്ങും. എന്നിട്ട് ആ ഒരു ബിഗ് ബില്യൺ ഡേയിലും പ്രൈസ് കുറക്കും, നല്ല രീതിയിൽ കുറയും. ആദ്യം നല്ല കത്തി വില ആയിരിക്കും കേട്ടോ ഫോൺ ഇറങ്ങുന്ന സമയത്ത്. ആരും പോയിട്ട് വാങ്ങാതിരിക്കുക, മണ്ടത്തരം ചെയ്യാതിരിക്കുക, അതാണ് മെയിനായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും ടെക് ന്യൂസാണ് നമുക്ക് ഇന്ന് പറയാനുള്ളത്. വേറെ ഒരുപാട് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അടുത്ത ആഴ്ചയാണ് ഒരുപാട് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫോൺസ് ഇറങ്ങുന്നുണ്ട്. അടുത്ത മാസം ഒരുപാട് നല്ല ഫോൺസ് വരുന്നുണ്ട് കേട്ടോ. എല്ലാ കാര്യങ്ങളും നമ്മൾ ഡേ ടു ഡേ അപ്ഡേറ്റ് ചെയ്യാം. ഇൻസ്റ്റാഗ്രാമും കൂടെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അപ്പം അറിയാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് പിന്നെ സൈനിങ് ഓഫ്. ബൈ.